ഹായ് എവരിവൺ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ നമുക്ക് NIOS പബ്ലിക് എക്സാം ഒക്കെ ആവാനായി അല്ലേ? അപ്പോൾ നിങ്ങൾ 10th-നും +2-നും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണിത്, അലോട്രോപ്സ് ഓഫ് കാർബൺ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കാർബൺ ഫോം ചെയ്യുന്ന കുറച്ച് അലോട്രോപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഡയമണ്ട്, ഗ്രാഫൈറ്റ് ആൻഡ് പിന്നെ എന്താ വരുന്നത് ഫുള്ളറീൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ക്ലാസ്സിന് ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. നമുക്കറിയാം കാർബൺ കാറ്റനേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് എന്താണ് കാർബൺ ഇഷ്ടം പോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ഒരു ബ്രാഞ്ച് തന്നെ വരുന്നത്. അപ്പൊ ആ ഒരു കാറ്റനേഷൻ കാരണം തന്നെ ഈ ഒരു കാർബൺ, അപ്പൊ നമ്മൾ എന്താണ് അലോട്രോപ്പ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരേ എലമെന്റിന്റെ ഡിഫറെന്റ് ഫോമിൽ പ്രസന്റ് ആവുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു കാർബണിന്റെ ഇത്രയും അലോട്രോപ്സ് ആണുള്ളത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡയമണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അലോട്രോപ്പ് ആണ് കാർബണിന്റെ. സെക്കൻഡ് വൺ ഗ്രാഫൈറ്റ്, തേർഡ് വൺ ഫുള്ളറീൻസ്. ഇത് മൂന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നാലാമത്തെ ചാർക്കോൾ അല്ലെ, ചാർക്കോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പിന്നെ കാർബൺ ബ്ലാക്ക്. ഇനിയും ഉണ്ട്, നമ്മൾ നാനോ ലെവലിലൊക്കെ പോവാണെങ്കിൽ നാനോ ട്യൂബ്സ്, നാനോ ഷീറ്റ്സ് ഒക്കെ നമുക്ക് അത്ര ഒന്നും പോകണ്ട. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ റേറ്റിൽ ഏറ്റവും എക്സ്പെൻസീവ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജ്വല്ലറി അല്ലെ, ജ്വല്ലറിന്റെ ഒരു സംഭവമാണ് അല്ലെ ഡയമണ്ട് എന്ന് പറയുന്നത്. ഈ ഡയമണ്ടും നമ്മളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കരിയാണ് അല്ലെ, ചാർക്കോള്. നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല. ഈ ചാർക്കോളും അതേപോലെ തന്നെ ഡയമണ്ടിലും ഒരേ ഒരു കാർബൺ തന്നെയാണ് ഉള്ളത്. ഈ ഒരു കാർബൺ ഡിഫറെന്റ് രീതിയിൽ ബോണ്ട് ചെയ്യുന്നു. അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി, അതിന്റെ സ്വഭാവത്തിൽ വരുന്ന കുഞ്ഞു വ്യത്യാസത്തിന് പുറത്താണ് ഇത്രയും ഈ ഡയമണ്ട് ഇത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ചാർക്കോളും നമുക്ക് ആർക്കും എന്താണ് ഒരു വിലയില്ലാതായി പോയതും. അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്ത് അത്ഭുതം അല്ലെ? നമ്മൾ ഈ കാർബൺ എന്ന് പറഞ്ഞ ഒരൊറ്റ ഒരു എലമെന്റ് ആണ്, ഇതിന്റെ രണ്ടിന്റെയും കണ്ടന്റ് സെയിമാ, ഒരു വ്യത്യാസമില്ല, രണ്ടിലും കാർബൺ ആണുള്ളത്. പിന്നെന്താ, കാർബൺ ബോണ്ട് ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളിലുള്ള വ്യത്യാസം കാരണം കംപ്ലീറ്റ് ഇതിന്റെ പ്രോപ്പർട്ടീസും ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ചേഞ്ച് ആവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് കാർബണിന്റെ അലോട്രോപ്സ് എന്നും അതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം ഡയമണ്ട് ചോദിച്ചു കാണാറുണ്ട്, ഗ്രാഫൈറ്റ് ചോദിച്ചു കാണാറുണ്ട്, ഫുള്ളറീൻസ് ചോദിക്കാറുണ്ട്. ഗ്രാഫൈറ്റിന്റെ സ്വഭാവത്തിൽ അത് നമുക്ക് അപ്പൊ ഡിസ്കസ് ചെയ്യാം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമുക്ക് ഫസ്റ്റ് തന്നെ ഡയമണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഡയമണ്ടിൽ നമ്മുടെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബണിന്റെ s ഓർബിറ്റിൽ 3 p ഓർബിറ്റിലും ഹൈബ്രിഡൈസേഷൻ നടന്നിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ കാർബണിന്റെ 4 ഓർബിറ്റിലും എന്ത് ചെയ്യാണ്, വേറെ 4 കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇറ്റ് ഇസ് എ വെരി ഹാർഡ് സബ്സ്റ്റൻസ്. ഡയമണ്ട് നമ്മൾ ഈവൻ വലിയ മെറ്റൽസ് പോലും കട്ട് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് എന്നാ പറയുന്നത്. ഇറ്റ് ഇസ് വെരി ഹാർഡ്, ഇറ്റ് ഇസ് കളർലെസ്, കളർ കുറവാണ്. അതിന്റെ ഡെൻസിറ്റി, മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ നല്ല കൂടുതലാണ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ആയാലും ശരി, ഡെൻസിറ്റി ആയാലും ശരി, നല്ല കൂടുതലാണ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, വൈദ്യുതി ഉൽപ്പാദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാത്തത്? നമുക്കറിയാം, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആവശ്യമാണ്. ഇവിടെ നമുക്കറിയാം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബണിന്റെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസും വേറെ 4 കാർബണുമായിട്ട് ബോണ്ടഡ് ആണ്. ഇനി അവിടെ ഫ്രീ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കാർബണിൽ ആകെ 4 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 4 വാലൻസ് ഇലക്ട്രോൺസും വേറെ 4 കാർബണുമായിട്ട് എന്താണ് ബോണ്ട് ചെയ്തിട്ട് പെയർഡ് കണ്ടീഷനിലാണ് ഉള്ളത്. എപ്പോഴും നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ അഥവാ ഫ്രീ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുക. ബട്ട് ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് കാർബണിന്റെ അലോട്രോപ്പ് ആണല്ലോ ഗ്രാഫൈറ്റും ഡയമണ്ടും, എന്തുകൊണ്ടാണ് ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ മൂവിംഗ് ഓൺ ടു ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൽ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, നേരത്തെ sp3 ആയിരുന്നു, ഇവിടെ നമ്മൾ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണുള്ളത്. ഇതിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇറ്റ് സോഫ്റ്റ്, ബ്ലാക്ക് ആൻഡ് സ്ലിപ്പറി സോളിഡ്. നമ്മൾ പെൻസിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്ത പിക്ചറിലുണ്ട്, കണ്ടോ? പെൻസിലിന്റെ മുകളിലുള്ള ആ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസ് എന്താ? ഗ്രാഫൈറ്റ് ആണ്. ഇറ്റ് സോഫ്റ്റ്, ബ്ലാക്ക് ആൻഡ് സ്ലിപ്പറി, മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്, ആ ഒരു തിളക്കം കാണിക്കും. ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. വൈ? എന്തുകൊണ്ടാണ്? ഗ്രാഫൈറ്റ് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണല്ലോ. പക്ഷെ കാർബണിന് ബാക്കി ഒരാളും കൂടെ ഇല്ലേ, നാലാമതായിട്ട് ഒരു അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഗ്രാഫൈറ്റിന് നമുക്ക് ഇങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട്
ആയതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് എന്ത് ചെയ്യും, ഈ 3 ഡിഫറെന്റ് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ബാക്കി ബോണ്ട് ഫോം ചെയ്യാത്ത അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് ഒരു പി ഓർബിറ്റൽ അവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ. ഈ ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺ അതായത് അൺപെയർഡ് കണ്ടീഷനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക, ആണല്ലോ. അപ്പൊ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ ഫ്രീ ഇലക്ട്രോൺസ് ഗ്രാഫൈറ്റിൽ പ്രസന്റ് ആണല്ലോ. ആ ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റലിലുള്ള ആ ഒരു ഗ്രാഫൈറ്റിന്റെ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണമാണ് ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഡയമണ്ടിലാണെങ്കിലോ ഇലക്ട്രോൺസ് ഒഴിവുണ്ടോ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഗ്രാഫൈറ്റ് ഈ ഒരു ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്, രണ്ടും ഒരേ കാർബൺ തന്നെയാണ് ഗ്രാഫൈറ്റും ഡയമണ്ടിലും ഉള്ളത്. പക്ഷെ ഇതിന്റെ ഹൈബ്രിഡൈസേഷനിൽ വന്നൊരു കുഞ്ഞു മാറ്റം കാരണം സ്ട്രക്ചർ വരെ മാറുകയാണ്. ഡയമണ്ടിൽ നമ്മൾ 3D സ്ട്രക്ചർ ആണ്, പക്ഷെ ഗ്രാഫൈറ്റ് ആണെങ്കിലോ ഒരു ലെയർ സ്ട്രക്ചർ ആണ്, ഒരു സ്ലിപ്പറി. ആ ഒരു സ്ലിപ്പറി നേച്ചർ വരാനുള്ള മെയിൻ കാരണം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അടക്കി വെച്ചതല്ല, ആ ഒരു ലെയറിലുള്ള ഡിഫറൻസ് കണ്ടോ നിങ്ങൾ. അതിനെ നമ്മൾ പറയും സ്ലിപ്പറി ആണ്, ലെയേർഡ് സ്ട്രക്ചർ ആണ്. അതുകൊണ്ടും കൂടെയാണ് ആ ഒരു സ്ലിപ്പറി നേച്ചർ കാണിക്കുന്നത്. ദീസ് ലേയേഴ്സ് ക്യാൻ സ്ലൈഡ് ഓവർ വൺ അനദർ. ഇറ്റ് ഈസ് എ ഗുഡ് ലൂബ്രിക്കന്റ്. ഈ ഗുഡ് ലൂബ്രിക്കന്റ് പ്രോപ്പർട്ടി കാണിക്കുന്നതും അതിനെ കൊണ്ടാണ്. ഡെൻസിറ്റി ഡയമണ്ടിനെക്കാളും കുറവാണ്. ഓക്കെ, ഇവര് രണ്ടുപേരെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇനി ലാസ്റ്റ് ആയിട്ടുള്ള അലോട്രോപ്പ് ആണ് ഫുള്ളറീൻസ്. ഫുള്ളറീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബക്കി ബോൾസ് എന്ന് പറയുന്നുണ്ട്. ബക്കി ബോൾസ് എന്ന് അറിയപ്പെടുന്ന ഫുള്ളറീൻ ആണ് C60 ഫുള്ളറീൻസ്. ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ എന്നാണ് അതിനെ പറയുക. അപ്പൊ ഇങ്ങനെ ഇതിന്റെ പിക്ചർ തന്നിട്ട് ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു C60 ഫുള്ളറിന്റെ നെയിം എന്താന്ന് ചോദിച്ച് കാണാറുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കണം. നമ്മൾ ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ അഥവാ C60 ഫുള്ളറിൻ ഇഷ്ടംപോലെ ഫുള്ളറിൻസ് ഉണ്ട് കേട്ടോ. C50 ഉണ്ട്, C100 ഉണ്ട്. പക്ഷെ നമ്മൾ C60 ഫുള്ളറിൻ ആണ് യൂഷ്വലി പഠിക്കാറ്. ഓക്കെ, പഠിക്കാൻ നിങ്ങൾക്ക് ഉള്ളത് അതാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ട്, നമുക്ക് പെന്റഗൺ റിംഗ്സും ഉണ്ട്, അതേപോലെ തന്നെ ഹെക്സഗൺ റിംഗ്സും ഉണ്ട്. ഓക്കെ, പെന്റഗൺ റിംഗ്സും ഉണ്ട്, ഹെക്സഗൺ റിംഗ്സും ഉണ്ട്. 20 ഹെക്സഗൺ റിംഗ്സും അതേപോലെ തന്നെ 12 പെന്റഗൺ റിംഗ്സും ആണ് നമ്മുടെ ഈ ഒരു ബക്ക്മിനിസ്റ്റർ ഫുള്ളറിനിലുള്ളത്. ആ ഒരു കണക്ക് പഠിച്ചു വെക്കണം കേട്ടോ. 20 ഹെക്സഗൺസും 12 പെന്റഗൺസും ആണ് ഇവിടെ ഉള്ളത്. ഇറ്റ് ഹാസ് ഹൈ ഇലക്ട്രോൺ എഫിനിറ്റി, ഹൈ ഇലക്ട്രോൺ മൊബിലിറ്റി ആൻഡ് തെർമലി സ്റ്റേബിൾ. എന്താണ് ഇതിന് ഇലക്ട്രോൺ എഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോൺസിന് അതിന്റെ ഭാഗത്തേക്ക് വലിക്കാനുള്ള ടെൻഡൻസി. ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, നീങ്ങാനുള്ള ടെൻഡൻസി. തെർമലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഒരു പരിധി വരെ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താലും അത് സ്റ്റേബിൾ ആയിരിക്കും. ഇറ്റ് ഹാസ് ഗുഡ് എനർജി ലെവൽ, ട്യൂണബിൾ ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ഇൻസോല്യൂബിൾ ഇൻ മെനി സോൾവെന്റ്സ്. ഒരുവിധം സോൾവെന്റ്സിലൊക്കെ അത് എന്താണ്, ഇൻസോല്യൂബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലിപ്പോ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് അത്ര അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു എത്ര ഹെക്സഗൺ റിംഗ്സ് ഉണ്ട്, എത്ര പെന്റഗൺ റിംഗ്സ് ഉണ്ട് എന്ന് എന്തായാലും പഠിച്ചു വെക്കുക. ഫുള്ളറിന്റെ മറ്റൊരു പേരാണ് ബക്ക്മിനിസ്റ്റർ ഫുള്ളറിൻ. ബക്കി ബോൾസ് എന്നും നമ്മൾ അറിയപ്പെടുന്നുണ്ട് C60 ഫുള്ളറിൻ. ഓക്കെ, ടോട്ടൽ 60 കാർബൺസ് ആണ് ഉള്ളത്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു 3 അലോട്രോപ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഹോപ്പ് ദിസ് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു സോ മച്ച് ആൻഡ് ഫോളോ ഫോർ മോർ കണ്ടന്റ്.